രണ്ടാമത്തേതിൻ്റെ ബാക്കി പറയാൻ പോകുന്നു. അങ്ങനെ ഒരു കുട്ടി ജനിച്ച കഥ നമുക്കൊന്ന് കേൾക്കാം. കാക്കശ്ശേരി ഭട്ടതിരിപ്പാടെന്ന് പറയും. അക്കാലത്ത് ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനുണ്ട്. മൂപ്പര് കേരളത്തിലേക്ക് വന്ന് അവിടെ എന്തോ കഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. അതിൻ്റെ സാരം എടുത്താൽ മതി. അതിൻ്റെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മർമ്മം മനസ്സിലാക്കിയാൽ മതി. മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോയി നമുക്ക് ഒരു കഥയും പറയാൻ പറ്റേണ്ടി വരും. ഇപ്പം തളിക്ഷേത്രത്തിലാണ് ഈ സംഭവം. മഹാദേവ വിക്രമ ചക്രവർത്തിയോ അദ്ദേഹം കൊണ്ട് രാജാവായിരിക്കുന്ന കാലമാണ് അവിടെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സദസ്സിൽ ശാസ്ത്ര ചർച്ച നടക്കും. 108 കിഴികളുണ്ട്. അപ്പോൾ ഓരോരോ വിഷയത്തിൽ മിടുക്കന്മാരായ ആ സ്വർണ്ണ കിഴി കൊണ്ട് പോകും. കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അന്നത്തെ കാലത്തിൻ്റെ ബ്രാഹ്മണരായിരുന്നു ഈ പങ്കെടുത്തിരുന്നത്. അവരൊക്കെ ആലസ്യം കൊണ്ടൊക്കെ പതുക്കെ തോക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പരദേശത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ കടന്നു വരികയും ഇവരൊക്കെ ഭാഗത്തിൽ തോൽപ്പിച്ച് 108 കിഴിയും കൊണ്ടും പോകാൻ തുടങ്ങി. ഇവർ കളിയാക്കി, ഇദ്ദേഹം കളിയാക്കൊണ്ട എന്താ പലായുദ്ധം ദുഷ്കര കവി കുഞ്ചരാഹ വേദാന്തപന വിഹാരി ആയാത് ഉദ്ദണ്ഡ കേസരി എന്ന് പറഞ്ഞ എങ്ങനെ വരിക. വേദാന്തവനത്തിൽ വിഹരിക്കുന്ന ഉദ്ദണ്ഡൻ എന്ന സിംഹം വരുന്നു. ആനക്കൂട്ടങ്ങളെ ഓടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അതിക്കുള്ള അവമാനിക്കാനുണ്ടോ? ഇവരാകെ നാണം കെട്ടു. രാജാവിന് ഇദ്ദേഹത്തോട് കൂട്ടായി. ഇതിൽ നീ അവമാനത്തിൽ നിന്ന് രക്ഷപ്പെടല്ലോ എന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്തു? ഏതെങ്കിലും ഗുരുക്കന്മാർ പറഞ്ഞത് കേട്ടു. എന്താ, ഗുരുവായൂരമ്പലത്തിൽ ചെന്നു. ഇവരെല്ലാം തൊഴുതു. ഇവർ ചർച്ച ചെയ്തു. അപ്പോൾ അവർക്ക് ഒരു ചർച്ചയിൽ തീരുമാനമായത് ഇങ്ങനെയാണ്: നമ്മളെ കൊണ്ട് ഇനി ഇദ്ദേഹത്തെ വാദിച്ച് ജയിക്കാൻ പറ്റില്ല. ഇനി അതിനുവേണ്ടി ഒരു ഉണ്ണി ഉണ്ടാവണം. അതിനുവേണ്ടി അവർ വാഹിയായ ഒരു അന്തർജനത്തെ കണ്ടെത്തി. ആ അന്തർജനത്തിന് ബാലാ ത്രിപുരസുന്ദരി മന്ത്രം, 3 അക്ഷരമുള്ള സരസ്വതി മന്ത്രമാണ് ബാലാ ത്രിപുരസുന്ദരി മന്ത്രം. ഈ ബാലാമന്ത്രമാണ് പരശുരാമന് ദത്താത്രേയ മഹർഷി ജീവിക്കാനൊക്കെ കൊടുക്കണം. നമ്മുടെ ത്രിപുര രഹസ്യത്തിൽ കാണാൻ സംഭവം. ഈ മന്ത്രം 3 അക്ഷരമുള്ള ഈ മന്ത്രം, ഈ മന്ത്രമാണത്രേ ദേവി കാളിദാസൻ്റെ നാവിൽ എഴുതി കൊടുത്തതെന്ന് ഐതിഹ്യം. ഈ മന്ത്രം ജപിക്കാനായിട്ട് ഈ യുവതിക്ക് ഉപദേശിച്ചു. മാത്രമല്ല, ഇത് ജപിച്ച് സിദ്ധി വരുത്തിയ നെയ്യ് ഇവരോട് സേവിക്കാനും പറഞ്ഞു. അങ്ങനെ നിഷ്ഠയായിട്ട് ഈ സ്ത്രീ ഇത് രണ്ടും ചെയ്തു. ഇത് ജപിച്ച നെയ്യ് കഴിക്കുകയും ഈ ജപം തുടരുകയും ചെയ്തു. അങ്ങനെ ഉണ്ണയുണ്ടായി. 2-3 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ശ്രീശങ്കരൻ്റെ ഒക്കെ അത് നമുക്ക് കാണാമല്ലോ. അത് ഈ അമ്മ കുട്ടിയെ വളർത്തി. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ കുഞ്ഞ് കമന്നൊന്നും ഒത്തിരി കാലം കിടന്നില്ല. അവന് ചാടി എഴുന്നേറ്റ് പെട്ടെന്നാണ് എൻ്റെ സ്റ്റേജുകളൊക്കെ മാറിയത്. അതീവ ബുദ്ധിശാലിയാണ്. കുട്ടിയെ ഒക്കത്തിരുത്തി ആഹാരം കൊടുക്കും. മുറ്റത്ത് കൊണ്ട് നടന്ന് കാക്കയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ കാക്ക കാണുമ്പോൾ കുട്ടി വളരെ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. കുട്ടി പറയും, ആ കാക്ക ഇന്നലെ വന്ന കാക്കയാണ്, മറ്റേ കാക്ക ആദ്യം വന്ന കാക്കയാണ്, ഈ കാക്കയും ആ കാക്കയും തമ്മിൽ കൂട്ടാണ്. കാക്കകളെ കണ്ടാൽ വേർതിരിച്ചറിയാവുന്നൊരു കുട്ടി. അങ്ങനെ കുട്ടിക്ക് വന്ന പേരാണ് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട്. 5-ാം വയസ്സ് കുട്ടി വെച്ചു, ഞാൻ എന്തിനാ വന്നേ? ഈ ജപത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ കുട്ടികൾ ഞാനെന്തിനാ വന്നേ വേറെ വല്ലതായിരിക്കും ചോദിക്കേ. ഞാനെന്തിനാ വന്നതെന്നല്ല ചോദിക്കണേ. കുട്ടി ചോദിച്ചു, ഞാനെന്തിനാ വന്നേ? ഞാനെന്തിനാ ജനിച്ചത്? എന്നെന്തിനാ ജനിപ്പിച്ചതല്ല, ഞാനെന്തിനാ ജനിച്ചത്? തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ടെന്ന് ആ കുട്ടിക്ക് തോന്നി. അപ്പോൾ മുതിർന്നവരൊക്കെ പറഞ്ഞു, മക്കളെ എങ്ങനെയൊന്നുണ്ട്. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് ഇപ്പോഴേ അങ്ങ് പോയേക്കാം ചർച്ചയ്ക്ക്. 5 വയസ്സുള്ളൂ. ആ വർഷത്തെ ചർച്ചയ്ക്ക് ഈ കുട്ടി കൊണ്ടുപോകണം. അപ്പോൾ കുട്ടി പോകണതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ ഒരു കൂടുണ്ടാവും, അതിൻ്റെ അകത്തൊരു തത്ത ഉണ്ടാവും. തത്ത ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കുന്നവരുടെ ഈ ഉദ്ദണ്ഡ ശാസ്ത്രി സംസാരിക്കൂ. സ്റ്റാൻഡേർഡ് പരീക്ഷണിയാണേ. ഇതറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുട്ടിയുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്. അതിനെ ഒരു കുറിഞ്ഞിപ്പൂച്ചയും കഷ്ടത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നു. ഈ 5 വയസ്സുകാരനെ വേദിയിലിരുത്തി. ശാസ്ത്രികൾ വന്നു. ശാസ്ത്രികൾ വന്ന്, ഇന്ന് ആരാണ് നമ്മുടെ പ്രതിയോഗി? ഈ കുട്ടിയാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഒന്ന് ചിരിച്ചു. വാത്സല്യവും തോന്നി, പിന്നെ തല്ലൊരു തമാശയും തോന്നി. ഇവർക്ക് ആരും ഇല്ലാണ്ടായോ വാദിക്കാൻ? അപ്പൊ കണ്ടിട്ട് കുട്ടിയെ നോക്കി തൊഴിട്ട് അദ്ദേഹം പറഞ്ഞു, ആകാരോ ഹ്രസ്വഹ. ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി. കൊച്ചനാണല്ലോടാ പയ്യനെ, നീ കൊച്ചനാണല്ലോടാന്ന് പറയില്ലേ? അങ്ങനെ ആകാരോ ഹ്രസ്വഹ.
കുട്ടി നോക്കി വേറോടുകൂടി പറഞ്ഞു, ഹേ നെഹി നെഹി, ഹേ അങ്ങനെയൊന്നല്ല, മണ്ടതരം പറയല്ലേ. എന്താ? ആകാരോ ദീർഘ അകാരോ ഹ്രസ്വഹ. ചെറിയൊരു ശബ്ദത്തിൻ്റെ ഒരു ഇത് പറയണം അദ്ദേഹം. ആ എന്ന് പറഞ്ഞാൽ അത് ദീർഘാക്ഷരമാണ്, ആയാണ് ഹ്രസ്വാക്ഷരം. ഈ അക്ഷരങ്ങൾ തമ്മിൽ നിശ്ചയമില്ലാത്ത താങ്കളാണോ ഇനി എന്നോട് തർക്കിക്കാൻ വരുന്നത് എന്ന് വ്യംഗ്യം. അപ്പോഴേ ഭട്ടതിരിപ്പാടിന് മനസ്സിലായി, അല്ലെ ഇത് ശാസ്ത്രികൾക്ക് മനസ്സിലായി, ഇത് കാന്താരിയാണെങ്കിൽ ഇച്ചിരി മതി എന്ന് മനസ്സിലായി. അതിനുമ്പ് കുട്ടി ഒരു ശ്ലോകം ചൊല്ലി. ശ്ലോകത്തിൻ്റെ സാരം ഇതായിരുന്നു: അറിവിൻ്റെ അഹങ്കാരം കൊണ്ട് ഈ കാണായ പണ്ഡിതന്മാരെയൊക്കെ അവമാനിച്ച അങ്ങയോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എനിക്ക് അങ്ങയെപ്പോലെ വെഞ്ചാമരമില്ല, പെൺകൊറ്റ കുട ചൂടിയിട്ടില്ല, സിംഹാസനമില്ല. പക്ഷേ സാക്ഷാൽ വാണീദേവി എൻ്റെ നാവിൽ നർത്തനമാടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ മഹാസദസ്സിൽ അങ്ങ് എന്ത് സത്യം പറഞ്ഞാലും ഞാൻ നുണയാൻ തെളിയിക്കും. അങ്ങ് എന്ത് നുണ പറഞ്ഞാലും അത് ഞാൻ സത്യം തെളിയിക്കും. എങ്ങനെ? ശാസ്ത്രസഹിതം, പ്രമാണസഹിതം. അങ്ങനെ വാദാരംഭിച്ചു. ഈ 107 കിഴിയും പയ്യെ സ്വന്താക്കി. ശാസ്ത്രിയുടെ അവസ്ഥ ആലോചിച്ചാൽ മതി. പറഞ്ഞു, അവസാനം പറഞ്ഞു, വൃദ്ധനുള്ളൊരു കിഴിയുണ്ട്, അത് എനിക്കുള്ളതാ, അത് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞു. അവസാനത്തെ വാദം അതാ. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞേ? അങ്ങ് എന്ത് പറഞ്ഞാലും അത് തെറ്റാന്ന് പറയും, എന്ത് തെറ്റ് പറഞ്ഞാൽ ശരിയാന്ന് പറയുന്നല്ലേ. അപ്പോൾ കുട്ടി കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞാൽ എന്തായി? അംഗീകരിക്കാനായില്ലേ. ഒരു കുതിർക്കം പോലെ പറയുകയാണ്, ഇങ്ങനെ രസമുണ്ടല്ലോ, കേൾക്കൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് തരാൻ പറ്റില്ല. കാരണം വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചവനെ അർത്ഥമുള്ളൂ. ഞാൻ ജ്ഞാനവൃദ്ധനാണ്, അതിൻ്റെ തെളിവാണല്ലോ 107 കിഴി എൻ്റെ സമീപത്തിരിക്കണേ. അങ്ങ് ജ്ഞാനവൃദ്ധനല്ല, ജ്ഞാനത്തിൽ അങ്ങ് യുവത്വമായിട്ടുള്ളൂ. പിന്നെ വയോവൃദ്ധനുള്ള കിഴിയാണെങ്കിൽ അങ്ങേക്ക് അപ്പോഴും കിട്ടാൻ വഴി. വയോവൃദ്ധൻ്റെ വയസ്സുകൊണ്ടുള്ള പ്രായമാണെങ്കിൽ അപ്പോഴും അങ്ങേക്ക് തരാൻ പറ്റില്ല. അപ്പോഴും അത് കിട്ടേണ്ടത് എനിക്ക് തന്നെയാണ്. അതെന്താ? തോട്ടി കൊണ്ട് മാങ്ങ പറിച്ചിട്ടുണ്ടെങ്കിൽ തോട്ടി മാങ്ങ പറിച്ചു എന്ന് ആരും പറയാറില്ല. പിന്നെ എന്താ പറയാറ്? ഞാൻ മാങ്ങ പറിച്ചു എന്നാ പറയാറ്. അപ്പൊ ഞാന് ഈ വേദിയിലേക്ക് വന്ന് നടന്നല്ല, ശങ്കരന്റെ തോളത്തിരുന്നുകൊണ്ടാണ്. അപ്പൊ അന്ന് ശങ്കരനാ, പ്രായമുള്ള അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ വെച്ചാൽ അതൊക്കെ കുതിർക്കം പോലെ പറഞ്ഞേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം രസകരമായൊരു സംഭവം ഉണ്ടായി, വിട്ടുപോയി. ഈ ശാസ്ത്രികൾ വന്നിട്ട് ആദ്യം തൻ്റെ തത്ത എടുത്ത് വയ്ക്കുന്നത് സംസാരിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പൂച്ച എടുത്ത് പുറത്ത് വെച്ചു. അപ്പൊ ഇതെന്താ പൂച്ച? അപ്പൊ പൂച്ച കണ്ടപ്പോൾ തത്ത കൂട്ടിക്കേറി. അപ്പൊ എന്താ ഈ പൂച്ച എന്ന് ചോദിച്ചു. അന്ത തത്തയ്ക്ക് ഇന്ത പൂവിന് ഉത്തരം പറയും, അങ്ങയുടെ തത്തയ്ക്കുള്ള ഉത്തരം എൻ്റെ പൂച്ചയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ആ കുട്ടിയുടെ ബുദ്ധിയുടെ തീക്ഷ്ണത, പ്രായോഗിക സാമർഥ്യം, അറിവുണ്ടായിട്ട് കാര്യമില്ലോ, പ്രയോഗിക്കാനും പഠിക്കണ്ടേ, ഇതെല്ലാം കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതൊക്കെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള? എന്താണ്? എങ്ങനെയുള്ളൊരു കുട്ടി ജനിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എൻ്റെ കുട്ടി ബുദ്ധിമാനാണോ, ബുദ്ധിമാനാകാതിരിക്കണോ എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ വളമിടണം, വെള്ളമിടണം, അതിനെ പരിചരിക്കണം. ഇത്രയും കൊടുത്താൽ ചെടി ഗംഭീരാവും. നല്ല വിത്താണ്, നട്ട് കഴിഞ്ഞാൽ നന്നാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കുട്ടി, നമ്മുടെ മകൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും രണ്ടും നമുക്കാണുള്ളത്. മനു പറയും, ക്ഷേത്രഭൂത സ്മൃതാ നാരി, സ്ത്രീ വയലാണ്, പുരുഷൻ അവിടെ ബീജം, വിത്തിടുന്നയാളാണ്. അപ്പം അതിൻ്റെ സാരം എന്താ? ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് നന്നായി വളരണമെങ്കിൽ ആ കൃഷിഭൂമിയും നന്നായിരിക്കണം, വിത്തും നന്നായിരിക്കണം. ഒരു ചെടി നട്ടു അല്ലെങ്കിൽ മാങ്ങണ്ടി നട്ടു, ആ വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് വളരുമ്പോൾ അതിന് വെള്ളം കൊടുക്കണം, ആടുമാട് പിടിച്ചില്ലാതെ നോക്കണം, അതിന് വേലി കെട്ടണം, ഒക്കെ ചെയ്യണം, അപ്പോഴേ വളരൂ. ഈ പാറപ്പുറത്ത് തൊട്ട് വളരുമോ? ഇല്ല. അപ്പം ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യമുള്ള, എങ്കിലും കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതൽ ആർക്കാണ്? വയലിന് തന്നെയാണ്, അമ്മയ്ക്ക് തന്നെയാണ്. അതെന്താ കാരണം? ഇനി സ്വല്പം ഒരു കേടുള്ളൊരു വിത്താണെന്ന് വെക്കുക, എങ്കിലും നന്നായിട്ട് പരിചരിച്ചാൽ ആ ചെടിയുടെ പല കുറവുകളും പരിഹരിച്ച് നമുക്ക് വളർത്താൻ പറ്റും. ഇതൊരു ഒഴിവൊഴിവ് പോലെ പറഞ്ഞല്ല കേട്ടോ. അപ്പം പേരൻറ്റിങ്ങിൽ അച്ഛനേക്കാൾ കൂടുതൽ പ്രാധാന്യം അമ്മയ്ക്ക് വരുന്നു എന്നർത്ഥം.
അമ്മയുടെ ആ വലിയ പ്രാധാന്യം, വലിയ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കേണ്ട ജോലിയാണ് വീട്ടിൽ പുരുഷന്മാർക്ക്, അച്ഛന്, ഭർത്താവിന് ഒക്കെയുള്ളത്. ഈ തണലിൽ ആ വിത്ത് വളരുമ്പോൾ, കുഞ്ഞ് വളരുമ്പോൾ, ആ കുഞ്ഞ് ആരാവും? ഒരു മഹാപുരുഷനാവും. മഹാപുരുഷൻ എന്ന് ഞാൻ അർത്ഥമാക്കിയത് അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ അച്ഛന്, അമ്മയ്ക്ക്, നാടിന്, ലോകത്തിന് ഒക്കെ അവൻ എന്നും ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഘട്ടത്തിലേക്ക് ഇനി പ്രവേശിക്കാം. എല്ലാവർക്കും നമസ്കാരം.